ഗസക്കാരെ ഒഴിപ്പിച്ച് അവിടെ ബീച്ച് വ്യൂ റിസോർട്ടുകളും വലിയ സൗധങ്ങളും പണിയാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയെ ഫലസ്തീനികളും അമേരിക്കയുടെ സഖ്യകക്ഷികളും ഉൾപ്പെടെ തള്ളിക്കളഞ്ഞതാണ്. ഏറ്റവും കൂടുതൽ അനുകൂലിക്കുകയും കൈയടിക്കുകയും ചെയ്തതാകട്ടെ സ്വാഭാവികമായും ഇസ്രായേലും അവിടുത്തെ തീവ്ര വലതുപക്ഷക്കാരും. പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ ഇസ്രായേലിലും അത്ര സുഖകരമല്ല എന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപിന്റെ പ്ലാനാണ് പ്രശ്നം. അത് നടപ്പിലാക്കുന്നത് ഇസ്രായേലിന് സേഫ് അല്ലെന്നാണ് സൈനിക ഇന്റലിജൻസ് മേധാവിയുടെ അഭിപ്രായം. അത് പറഞ്ഞതോടെ ഇസ്രായേലി പ്രതിരോധ മന്ത്രി ശാസനയുമായി രംഗത്തെത്തി. സൈന്യത്തിലുള്ളവർ അങ്ങനെ വലിയ ഡയലോഗുകളൊന്നും പറയേണ്ടെന്നാണ് മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ നിലപാട്. ഇതോടെ ഇസ്രായേലിനുള്ളിൽ തന്നെ ട്രംപിന്റെ പ്ലാനിനെ ചൊല്ലി അസ്വാരസ്യങ്ങൾ പുകയുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. US സന്ദർശിക്കാനെത്തിയ ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചേർന്ന് ട്രംപ് വൈറ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ഗസയെ ഏറ്റെടുത്ത് പുനർനിർമ്മാണം നടത്തുകയും വേണമെങ്കിൽ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുകയും ചെയ്യുമെന്നായിരുന്നു ട്രംപിന്റെ അന്നത്തെ പ്രഖ്യാപനം. അതിനായി ഗസക്കാരെ മൊത്തമായി ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ പറഞ്ഞയക്കും. അങ്ങനെ ഗസയെ പശ്ചിമേഷ്യയുടെ ബീച്ച് ടൂറിസം കേന്ദ്രമാക്കുമെന്നും ട്രംപ് പറഞ്ഞു. വേണ്ടി വന്നാൽ ഇതിനായി സൈന്യത്തെ ഉപയോഗിക്കാൻ മടിക്കില്ലെന്ന നിലപാടും ട്രംപ് എടുത്തിരുന്നു. ഇത് പക്ഷേ രസിച്ചത് അപ്പോൾ കൂടെയുണ്ടായിരുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രായേലി തീവ്രവലതുപക്ഷക്കാർക്കും മാത്രമായിരുന്നു. ആഗോളതലത്തിൽ വലിയ പ്രതിഷേധമുയർന്നു. വൈറ്റ് ഹൗസിന് മുന്നിൽ വരെ പ്രതിഷേധ കൊടി ഉയർന്നു. ഫ്രാൻസും ജർമ്മനിയും എല്ലാം ട്രംപിന്റെ പദ്ധതിയെ അപലപിച്ച് രംഗത്തെത്തി. എന്നാൽ ഇസ്രായേലിൽ ട്രംപിന്റെ പദ്ധതിക്ക് കയ്യടി കിട്ടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും സൈനിക ഇന്റലിജൻസ് മേധാവി മേജർ ജനറൽ ലോമി ബൈൻഡർ ഇതിനെ കണ്ടത് മറ്റൊരു തരത്തിലാണ്. ട്രംപിന്റെ പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ മേഖലയാകെ കത്തുമെന്ന് ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ യോഗത്തിൽ ബൈൻഡർ പറഞ്ഞു. വെസ്റ്റ് ബാങ്കിൽ ഉൾപ്പെടെ ആക്രമണങ്ങൾ വർദ്ധിക്കാൻ ഗസക്കാരെ പുറത്താക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്ലാൻ കാരണമാകുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. ഇക്കാര്യം ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരണവുമായി രംഗത്തെത്തിയത്. ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹാലവിയോട് ബൈൻഡറെ ശാസിക്കണമെന്നായിരുന്നു കാറ്റ്സിന്റെ ഉത്തരവ്. ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്കെതിരെ സംസാരിക്കാൻ ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥർക്ക് അനുവാദമില്ലെന്ന് കാറ്റ്സ് പറഞ്ഞു. ഗസ ഒഴിപ്പിക്കൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനവും സൈന്യം അതനുസരിക്കുകയാണ് ചെയ്യേണ്ടതെന്നും പ്രതിരോധ മന്ത്രി നിലപാട് വ്യക്തമാക്കി. പിന്നാലെ താൻ ട്രംപിനെതിരെ അല്ല സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചതെന്നും അത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് ബൈൻഡറും പ്രതികരിച്ചു. ബൈൻഡർ നിർവഹിച്ചത് ഇന്റലിജൻസ് മേധാവിയുടെ ചുമതല മാത്രമാണെന്നും പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം ശരിയല്ലെന്നുമാണ് ലാപ്പിഡ് പറയുന്നത്. ഇന്റലിജൻസ് വിഭാഗത്തെ മൂടിക്കെട്ടാൻ ശ്രമിച്ചാൽ രാജ്യം വീണ്ടും അപകടത്തിലാകുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നു. കാറ്റ്സിന്റെ വിമർശനത്തെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും കുറ്റപ്പെടുത്തിയതായി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം ട്രംപിന്റെ പ്ലാനിനെ ചൊല്ലി ഇസ്രായേലിനുള്ളിൽ കാര്യങ്ങൾ പുകയുകയാണ്. സംഭവം എന്തായാലും നിലവിൽ കെട്ടടങ്ങിയ മട്ടാണ്. പക്ഷേ ട്രംപിന്റെ പദ്ധതി ആത്മഹത്യാപരമാണെന്ന സൂചനയാണ് ബൈൻഡറിന്റെ വാക്കുകളുടെ പുറത്തു വന്നതെന്നാണ് വിലയിരുത്തലുകൾ. വെടിനിർത്തൽ കരാർ തടസ്സപ്പെടുത്തുകയും ഗസയിൽ നിന്ന് പിന്മാറില്ലെന്ന് നെതന്യാഹു വാശി പിടിച്ചപ്പോഴും സൈന്യത്തിനുള്ളിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കാനാകില്ലെന്ന് പറഞ്ഞത് സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി ആയിരുന്നു. അതിന്റെ തുടർച്ചയായി തന്നെ വേണം ഇതിനെയും കാണാൻ. ഇനി ഇതൊക്കെ എങ്ങനെ വികസിക്കുമെന്നതാണ് ശേഷിക്കുന്ന ചോദ്യം.